സർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന വികസന പദ്ധതികൾ ഈ വികസന പദ്ധതികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മറ്റു കോൺഗ്രസ് നേതാക്കളുമൊക്കെ. അവിടെ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ നടത്താൻ അനുവദിക്കില്ല, അത് ദ്വീപ് സമൂഹത്തിന് തന്നെ വലിയ ഭീഷണി ഉയർത്തുന്നു എന്ന രീതിയിലാണ് ചില പ്രസ്താവനകൾ പോലും. എങ്ങനെ വിലയിരുത്താം? 85,000 കോടി രൂപ മുതൽ മുടക്കിൽ ആദ്യഘട്ടം 2035 അവസാനിക്കുന്ന വലിയ ഒരു വികസന പദ്ധതിയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിൽ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനെതിരായി ആദ്യം രംഗത്ത് വന്നത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ആണ്. വികസനത്തിന്റെ പേരിലുള്ള ക്രൂരകൃത്യം എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ആദിവാസികളായ ഷൊമ്പൻ നിക്കോബാറീസ് അവർ വളരെ അന്യം നിൽക്കുന്ന ആദിവാസി വിഭാഗങ്ങളാണ്. ഷോമ്പൻ ആദിവാസി വിഭാഗത്തിൽ 300 പേർ മാത്രമാണ് അവശേഷിച്ചിട്ടുള്ളത്. നിക്കോബാറികൾ 1094 പേർ മാത്രവും ആണ് ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്ന ജനസംഖ്യ. ഇവരുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോവില്ല. ഇവരൊക്കെ മാനവ ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകും എന്നാണ് പരിസ്ഥിതിവാദികൾ വാദിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ ഇതിനെതിരായി പ്രക്ഷോഭം നടന്നു വരുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള പരിസ്ഥിതിവാദികൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഈ വികസന പദ്ധതി അനിവാര്യമാണ് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് 4-5 കാരണങ്ങൾ കൊണ്ടാണ്. ഇവിടെ ആദ്യം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ക്യാമ്പയിൻ ബേ എന്ന ഉൾക്കടൽ പ്രദേശത്ത് അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം വരുന്നു. അതിലെ വലിയ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്കുള്ള അറ്റകുറ്റിപ്പണി നടത്താൻ പറ്റും. വലിയ കപ്പലുകൾക്ക് ചരക്ക് കൈമാറാൻ ഇവിടെ നിന്ന് പറ്റും. ചൈനീസ് ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് ഇന്ത്യയുടെ നാവിക സേനയ്ക്ക് ഇവിടെ താവളം ഒരുക്കാനുള്ള സംവിധാനമുണ്ടാകും. അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ രംഗം ശക്തിപ്പെടും. ഇവിടെ ഈ പദ്ധതിയുടെ ഭാഗമായി വിമാനത്താവളം ഉണ്ടാകും. ഒരു 166 ചതുരശ്ര കിലോമീറ്ററിൽ വലിയ ടൗൺഷിപ്പും സ്ഥാപിക്കും. 2 ഗ്യാസ് സൗരോർജ അധിഷ്ഠിത വൈദ്യുത നിലയങ്ങളും ഉണ്ടാകും. 450 മെഗാവാട്ട് വൈദ്യുതി ഉണ്ടാകും. വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായും ഇത് വികസിപ്പിക്കും. പക്ഷെ ഇതിനെതിരായിട്ടുള്ള വാദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആദിവാസി ജനസമൂഹങ്ങളുടെ ആവാസ വ്യവസ്ഥ തന്നെ തകിടം മറിയും. ഏറ്റവും വലിയ ഉഷ്ണമേഖല മഴക്കാടുകളാണ് ഗ്രേറ്റ് നിക്കോബാറിലുള്ളത്. അവ നശിക്കും. ലക്ഷക്കണക്കിന് മരങ്ങൾ ഇതിനു വേണ്ടി വെട്ടി നശിപ്പിക്കേണ്ടി വരും. പിന്നെ തുറമുഖം വരുന്ന ഗലതിയ ഉൾക്കടൽ കടലാമകളുടെ അതും അന്യം നിൽക്കുന്ന ജീവിയാണ്. അവരുടെ കടലാമകളുടെ ആവാസ കേന്ദ്രമാണ്. അവയ്ക്ക് നാശമുണ്ടാകും. ഗോത്ര സംസ്കാരവും ഗോത്ര സമൂഹത്തിന്റെ ജീവിത രീതികളും വലിയ വെല്ലുവിളി നേരിടും. മാത്രമല്ല ഈ ഗ്രേറ്റർ നിക്കോബാറീസ് പ്രദേശം, ഈ പദ്ധതി വരുന്ന പ്രദേശം വലിയ സീസ്മിക് ഫോൾട്ട് ലൈൻ മേഖലയാണ്. ഭൂകമ്പ സാധ്യത കൂടിയ പ്രദേശമാണ്. 2004 സുനാമിയിൽ വലിയ തോതിൽ തകർച്ച നേരിട്ട പ്രദേശമാണ്. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും ഈ പദ്ധതി വരാൻ പാടില്ല എന്നാണ് പരിസ്ഥിതിവാദികൾ വാദിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത് വികസനത്തിന്റെ പേരിൽ നടക്കുന്ന വലിയ അതിക്രമമായി അതിനെ വിശേഷിപ്പിച്ചു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് അവിടുത്തെ പ്രകൃതിക്കും ഗോത്ര സംസ്കൃതിക്കും പൈതൃകത്തിനും ഒക്കെ എതിരായ കടന്നുകയറ്റമായിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. വനമേഖലയുടെ 1.82% മാത്രമേ ഈ പദ്ധതി ബാധിക്കത്തുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. 18,60,500 മരങ്ങളാണ് ഏകദേശം ഈ പ്രദേശത്തുള്ളത്. അതിൽ 7,11,000 മരങ്ങൾ മാത്രമേ മുറിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ചില പാരിസ്ഥിതിക അനുമതികളുണ്ട്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ വേണ്ട സർവേ നടത്തി ഗ്രീൻ ട്രിബ്യൂണലിന്റെ അംഗീകാരവും പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് കോൺഗ്രസിന് തന്നെ പാരയായി വരുന്ന ഒരു വാദമാണ്. 1985 അന്നത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു
ഈ ദ്വീപുകളെ സിംഗപ്പൂരിനും ഹോങ്കോങ്ങിനും തുല്യമായുള്ള വലിയ വ്യാപാര കേന്ദ്രമാക്കും എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന്. പക്ഷെ അദ്ദേഹത്തിന് നടപടികളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിന്റെ പിന്തുടർച്ചയാണ് ഈ വികസന പദ്ധതി എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഈ സാധ്യത, അത് വലിയ വ്യാപാര കേന്ദ്രം ആകാനുള്ള സാധ്യത, മലാക്ക കടലിടുക്ക്, അത് അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ പോകുന്ന വഴിയാണ്. അതിന്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്, അവിടെയാണ് തുറമുഖം സ്ഥാപിക്കുന്നത്. അപ്പം ലോകത്തെ തന്നെ വലിയ പിന്നെ ചരക്ക് കപ്പൽ കടന്നു പോകുന്ന, അതിന്റെ 30% ചരക്ക് കപ്പലും കടന്നു പോകുന്ന ഈ മേഖലയിൽ ഇന്ത്യക്ക് വലിയ തോതിൽ സംഭാവന നൽകാൻ പറ്റും. വലിയ വ്യവസായങ്ങൾ വരും. കാര്യം ഈ ചരക്ക് കപ്പൽ, വലിയ കപ്പലുകളിലേക്ക് ഇന്ത്യയിൽ നിന്ന് കയറ്റുന്നത് കൊളംബോ, സിംഗപ്പൂർ തുടങ്ങിയ തുറമുഖങ്ങളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഇവിടെ ഗ്രേറ്റർ നിക്കോബാറിൽ തുറമുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ അന്താരാഷ്ട്ര ചാനലിലേക്ക്, വലിയ കപ്പലുകളിലേക്ക് നമുക്ക് സാധനങ്ങൾ കയറ്റാൻ പറ്റും. അങ്ങനെ വ്യവസായമായി വലിയ പുരോഗതി ഉണ്ടാകും. മാത്രമല്ല ഇത് 50,000 തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഇതിന് പറയുന്ന മറ്റൊരു കാര്യം, മരങ്ങൾ മുറിക്കുന്നതിന് പകരമായി ഹരിയാനയിലും മധ്യപ്രദേശിലും ഗവൺമെന്റ് കോമ്പൻസേറ്ററി ആയിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കും. കാര്യം സത്യം പറഞ്ഞാൽ കോമ്പൻസേറ്ററി ആയിട്ട് മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതാത് പ്രദേശത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ ധാരാളം മരങ്ങൾ ഉള്ളതുകൊണ്ട് പ്രകൃതിക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ മറ്റൊരു സ്ഥലത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. അതിനെതിരായിട്ട് വലിയ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. അത് ആൻഡമാൻ നിക്കോബാറിലെ ആദിവാസി ജനസമൂഹത്തിന്റെ ജീവിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഷോംബൈൻ എന്ന ആദിവാസി വിഭാഗം താമസിക്കുന്ന മേഖലയാണിത്. അവർ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ. ഗ്രേറ്റർ ആൻഡമാനീസ് എന്ന ഒരു ആദിവാസി വിഭാഗം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ താമസിക്കുന്നുണ്ട്. 43 പേർ മാത്രമാണ്. സെന്റിനൽ ഉണ്ട്, അത് 39 പേർ മാത്രമേ ഉള്ളൂ. ഓങ്ക 96 പേർ മാത്രമേ ഉള്ളൂ. ജാർവ 380 പേർ മാത്രമേ ഉള്ളൂ. സെന്റിനൽ ആദിവാസി വിഭാഗം ലോകത്തെ ഏറ്റവും ആദിമ ജനസമൂഹമാണ്. അവർ താമസിക്കുന്ന സെന്റിനൽ ദ്വീപ് സെക്ലൂഡഡ് ആണ്. അവിടേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല. സുനാമി സമയത്തൊക്കെ നമുക്കറിയാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആഘോഷിച്ച ഒരു ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. ഈ ഫോട്ടോഗ്രാഫിൽ അന്ന് എല്ലാ ദ്വീപ സമൂഹങ്ങളിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മരുന്നും ആഹാര സാധനങ്ങളും നൽകി. ഇവര് താമസിക്കുന്ന ദ്വീപിന്റെ മുകളിൽ ഹെലികോപ്റ്റർ എത്തിയപ്പോൾ ഈ പ്രാകൃതരായിട്ടുള്ള, കാര്യം പുറം ലോകവുമായി ഇതേവരെ യാതൊരു ബന്ധവും സ്ഥാപിച്ചിട്ടില്ലാത്ത സെന്റിനൽ ആദിവാസികൾ അവരുടെ പരമ്പരാഗതമായ അമ്പുകൾ ഹെലികോപ്റ്ററിന് നേരെ എയ്യുന്ന ഒരു പടം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അത് ഒരു മത പ്രചാരകൻ 2018 ഈ ദ്വീപിൽ അതിക്രമിച്ചു കയറി ഇവരെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തെ അവർ അമ്പെയ്ത് കൊന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും കിട്ടിയില്ല. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവർ പിൻവാങ്ങി. കാരണം ആദിവാസികൾക്ക് പരമാധികാരമുണ്ട്. റൈറ്റ് ഓഫ് ഐസൊലേഷൻ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ സെന്റിനൽ വിഭാഗം ലോകത്തെ ഏറ്റവും ആദിമ ജനസമൂഹം ഇപ്പോഴും മറ്റു വിഭാഗങ്ങളുമായി യാതൊരുവിധ സമ്പർക്കവുമില്ലാതെ ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ആൻഡമാൻ നിക്കോബാർ. അതുകൊണ്ട് ആൻഡമാൻ നിക്കോബാറിന്റെ ഏറ്റവും തെക്കുള്ള ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിൽ ഈ പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്നും അവിടെയുള്ള ആദിവാസി ജനവിഭാഗങ്ങളായ ഷോംബെയിൻ, നിക്കോബാറീസ് വേട്ടയാടിയും കായ്കനികൾ പറിച്ചുമൊക്കെ ജീവിക്കുന്ന ഈ ആദിവാസി ജനസമൂഹത്തിന്റെ ആവാസ വ്യവസ്ഥയ്ക്കും ജീവിതത്തിനും ഒരുവിധ ഭംഗം തട്ടുകയില്ലെന്നും ഈ മഴക്കാടുകൾ നശിപ്പിക്കപ്പെടുകയില്ലെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. കാര്യം എക്കാലവും ഇങ്ങനെ തന്നെ നിൽക്കും എന്നല്ല, മുന്നോട്ട് പോകണം എന്നതുകൂടിയാണ് വികസനത്തിന്റെയും രാജ്യത്തിന്റെയും ഒക്കെ മറ്റൊരു ലക്ഷ്യവും സന്ദേശവും. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. വികസനം അതിൻ്റെ വഴിക്ക്
വിടാൻ നമുക്ക് പറ്റില്ല. വികസനത്തെ അതിൻ്റെ വഴിക്ക് വിടാൻ പറ്റില്ല. അതിന് മുന്നോട്ട് തന്നെ പോയേ പറ്റത്തുള്ളൂ. അതിന് ഉള്ള ഒരു പിന്നെ നടപടികൾ എന്താണ്, സ്വീകാര്യമായ നടപടികൾ എന്താണ് എന്നതിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നടക്കുന്ന വികസന പദ്ധതികൾക്കെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തുകയാണ്. ഇത്തരത്തിൽ നടക്കുന്ന വികസന പദ്ധതികൾ നിലവിൽ അവിടെ ജീവിക്കുന്ന വളരെ ഒതുങ്ങിക്കഴിയുന്ന ദ്വീപ് സമൂഹങ്ങളിലുള്ള ആദിവാസികൾക്ക് നേരെയുള്ള ഒരു അതിക്രമമായിരിക്കും. അവരുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.